Hello viewers, Assalamu alaikum, Namaskaram. അപ്പോൾ ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിന് സൈഡിലായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണുന്നുണ്ടാവും. അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ റെസിപ്പി നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ആ ഒരു ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കറക്റ്റ് അല്ലേ എന്നുള്ളത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ങപയർ മെഴുക്ക് പുരട്ടിയാണ്. കോമൺ ആയിട്ട് നമ്മളെല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണ് ങപയർ വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണിത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചെയ്തിട്ടാണ് പലരും ചെയ്യുന്നത്. ചിലർ അതിലേക്ക് പച്ചമുളകാണ് ചേർക്കുക, ചിലർ വറ്റൽമുളകാണ് ചേർക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ങപയർ മെഴുക്ക് പുരട്ടി വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ങപയർ മെഴുക്ക് പുരട്ടിയിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ങപയറാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് വാഷ് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ വാഷ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സൈസിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്കൊരു 4-5 ഒരുമിച്ച് അതിൻ്റെ രണ്ടറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. അതിനുശേഷം ഈ ഒരു സൈസിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ പാരൻസൊക്കെ ഒന്നും കത്തിയൊന്നും വെക്കാതെ പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഞാനൊക്കെ 4-5 ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ ചെയ്യാം. ഇത് നമുക്ക് ഇതുപോലൊരു പാനിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമുക്കൊരു ങപയർ കുക്ക് ചെയ്യുമ്പം കുറച്ച് ഉപ്പ് ചേർക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ചേർക്കണ്ട. പിന്നെ നമ്മളത് തൂമിക്കുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന്. ഒരുപാടൊന്നും കുക്കിംഗ് ടൈമൊന്നും ഇല്ല. എന്നാലും നമുക്കിത് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ആ ഒരു ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിക്ക് ഇപ്പോഴേ കുക്ക് ചെയ്യേണ്ട. നമ്മൾ തൂമിക്കുന്ന സമയത്തും ഒരു 1-2 മിനിറ്റ് ഫ്ലെയിമിൽ കിടന്നിട്ട് ഇത് കുക്കാവുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് തന്നെ മതിയാകും. അത്യാവശ്യം ഒരു ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ആവശ്യത്തിന് കുക്കായിട്ട് വരും. ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തൂമിക്കാൻ ആവശ്യത്തിന് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കൂടുതലെടുത്താലും ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു വെളുത്തുള്ളിയൊന്നും ഒരുപാടൊന്നും ഫ്ലേവറൊന്നും ഇല്ല. അതുകൊണ്ടൊരു 4 അല്ലി എടുത്തിട്ടുണ്ട്. ഇത് ചതച്ചെടുക്കാനുള്ളതാണ്. ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതിങ്ങനെ കുക്കായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ആ ഒരു ഗ്രീൻ കളറ് ഇത് ഓൾമോസ്റ്റ് കുക്കായി കഴിയുമ്പോൾ ഒന്ന് മാറും. അപ്പോൾ ഇതുപോലെ ഞാനൊരു ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കുകയാണ്. ഇത് നമുക്ക് അതിൻ്റെ കൂടെ ചതച്ചെടുക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ങപയർ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി വെള്ളം വറ്റി വരാനുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി ഈ ഒരു ങപയർ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിത് തൂമിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് മറ്റൊരു പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെക്കാം. അപ്പോൾ പലരും പല രീതിക്കാണ് തൂമിക്കാറ്. ചിലർ ചെറിയ ഉള്ളിയൊന്നും ചേർക്കാറില്ല, വലിയുള്ളി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലർ വറ്റൽമുളക് ചേർക്കാറില്ല, പച്ചമുളകാണ് ചേർക്കാറ്. ചിലർ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ നമ്മളിപ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളിയാണ്. അപ്പോൾ അതൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചെറിയുള്ളി കുറച്ച് കൂടുതൽ ഇരുന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് കളർ ഇതാവണ്ട, ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിലേക്ക് അത് വഴറ്റിയതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളകാണ്. ഞാനിതിലേക്ക് 3 വറ്റൽമുളകാണ് എടുത്തുള്ളത്. എരിവ് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 4-5 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു വറ്റൽമുളക് പൊടിച്ചതും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വറ്റൽമുളക് കയ്യില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇനിയിപ്പം മുളക് പൊടി വറ്റൽമുളകും ഒന്നും താല്പര്യമില്ലാത്തവർക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു അച്ചിങ്ങപ്പയർ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു അച്ചിങ്ങപ്പയർ കൂടെ ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടും കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ചെറിയ ഉള്ളിയുടെ ടേസ്റ്റും ഇതൊക്കെ നമ്മുടെ ഈ ഒരു പയറിലേക്ക് കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു 1-2 മിനിറ്റ് മതിയാകും. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കുക. ഉപ്പ് കുറവാണ് തോന്നുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ രീതിയിലുള്ള അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടി. കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന രീതി ഇത് തന്നെയായിരിക്കും. ചിലർ മാത്രം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമ്മുടെ സവാള ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതലായിട്ടുള്ള ടേസ്റ്റ്. സവാള നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുത്ത് തൂമിച്ച് കഴിഞ്ഞാൽ ആ ഒരു സവാളയുടെ ഒരു സ്വീറ്റ്നെസ് ഉണ്ടല്ലോ, അതാണ് കിട്ടുക. അപ്പോൾ ചെയ്യുമ്പം കഴിവതും ചെറിയ ഉള്ളി വെച്ചിട്ട് തന്നെ ചെയ്ത് നോക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.